കൊച്ചിക്ക് പിന്നാലെ തൃശൂരിലും കോൺഗ്രസിൽ കലഹത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് മേയർ സ്ഥാനം. കെ.സി. വേണുഗോപാൽ വിഭാഗത്തിലെ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറാകും. AI ഗ്രൂപ്പുകളെ പൂർണ്ണമായി വെട്ടിയൊതുക്കിയാണ് ഡോക്ടർ നിജിയെ മേയറാക്കുന്നത്. സാനു കെ സജീവ് ചേരുന്നു. സാനു, കൊച്ചിയിൽ നേരത്തെ കോൺഗ്രസിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി തമ്മലടി ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ കൊച്ചിയിൽ നിന്ന് തൃശൂരിൽ എത്തുമ്പോൾ അവിടെയും അടി ആണ് നടക്കുന്നത്. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഒതുക്കിക്കൊണ്ട് കെ.സി. വേണുഗോപാൽ വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയെ തൃശൂർ മേയറാക്കിയിരിക്കുന്നു. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വ്യക്തമായി പരസ്യമായി ആരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഡോക്ടർ നിജി ജസ്റ്റിനെതിരെ? സാനു. അനിൽ നമ്പ്യാർ, കൊച്ചിക്ക് പിന്നാലെ തൃശൂർ കോർപ്പറേഷനിലും മേയറെ കണ്ടെത്തുന്ന കാര്യത്തിൽ വലിയ വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ആകെ ആടിയുലയുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് രാവിലെ പോലും ഈ ഒരു പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് പോലും നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് കോൺഗ്രസ് നല്ല മെജോറിറ്റിയിൽ അധികാരത്തിൽ വന്നെങ്കിലും ഒരു മേയറെ കണ്ടെത്തുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് അവർക്കുണ്ടായത്. ഗ്രൂപ്പ് പോരിൽ ആടിയുലയുകയായിരുന്നു കോൺഗ്രസ്. അവസാനം നിജി ജസ്റ്റിനെ തൃശൂർ മേയറായി പ്രഖ്യാപിക്കുകയായിരുന്നു. കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച പേരാണ് നിജി ജസ്റ്റിന്റേത്. അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രൂപ്പുകളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഒരു തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു പിന്നാലെ ലാലി വിൻസെന്റിന്റെ പേരാണ് ആദ്യം ഉയർന്നു വന്നത്. ലാലി വിൻസെന്റിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമൊക്കെ ഇവർ നടത്തിയിരുന്നു. ഒപ്പം തന്നെ സുബി ബാബുവിനെയും തഴഞ്ഞിരിക്കുകയാണ്. ഈ രണ്ട് പേരുകളാണ് ഈ വിജയത്തിന് തൊട്ടു പിന്നാലെ ഉയർന്നു വന്ന പേരുകൾ. എന്തായാലും ഈ രണ്ട് പേരുകളെയും തഴഞ്ഞുകൊണ്ട് ഡോക്ടർ നിജി ജസ്റ്റിനെ നിലവിൽ മേയറായി DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു വിഭാഗം കൗൺസിലർമാർ ഒന്നാകെ KPCC നേതൃത്വത്തിന് പരാതി കൊടുക്കാനായിട്ട് ഇരിക്കുന്ന വേളയിലാണ് ഈ ഒരു പ്രഖ്യാപനം വന്നത്. അതായത് ലാലി വിൻസെന്റിനെ മേയറാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം കൗൺസിലർമാർ KPCC നേതൃത്വത്തിനെ സമീപിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. എന്തായാലും നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചെങ്കിലും ഈ ഒരു ഗ്രൂപ്പ് പോര് അല്ലെ ഗ്രൂപ്പ് തർക്കം ഉടനൊന്നും തൃശ്ശൂരിൽ അവസാനിക്കില്ല എന്നുള്ള ഒരു കാര്യവും വ്യക്തമാണ്. അതായത് ലാലി വിൻസെന്റ് ഇതിൽ കടുത്ത എതിർപ്പിലാണുള്ളത്. ലാലി വിൻസെന്റിനൊപ്പം കുറച്ച് കൗൺസിലർമാരും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സുബി ബാബുവും കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേതൃത്വത്തെ DCC അധ്യക്ഷനെ അടക്കം ഈ കാര്യം അറിയിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സുബി ബാബുവിനൊപ്പവും ഏതാനും കൗൺസിലർമാരുണ്ട്. എന്തായാലും ഈ ഒരു ഗ്രൂപ്പ് പോര്, ഈ ഒരു ഗ്രൂപ്പ് തർക്കം ഈ വരുന്ന നാളുകളിലും കൂടുതൽ മൂർച്ഛിക്കാനാണ് സാധ്യത. അനിൽ നമ്പ്യാർ. കൊച്ചിക്ക് പിന്നാലെ തൃശൂരിലും കോൺഗ്രസിൽ കലഹത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് മേയർ സ്ഥാനം. കെ.സി. വേണുഗോപാൽ വിഭാഗത്തിലെ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറാകും. AI ഗ്രൂപ്പുകളെ പൂർണ്ണമായി വെട്ടിയൊതുക്കിയാണ് ഡോക്ടർ നിജിയെ മേയറാക്കുന്നത്. സാനു കെ സജീവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.